വീണ്ടും നമുക്ക് ചേർന്ന് പാടി ദൈവത്തിന്റെ മഹത്വം കൊടുക്കാം. 116-ാമത്തെ ഗാനം, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ എന്ന് തുടങ്ങുന്ന കൺവെൻഷൻ ഗാന ഗീതങ്ങളിലെ 116-ാമത്തെ ഗാനം ചേർന്ന് പാടാം. ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അവർക്ക് മഹായുടെ നന്ദി അറിയിക്കുന്നു. മഹായുടെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു കുടുംബം എന്നുള്ള നിലയ്ക്കും അവരുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനിയും കസേരകൾ ഫില്ലാകാനുണ്ട്. ദയവായി ഒന്നുകൂടെ ഈ നടുവിലുള്ള ഈ സൈഡിലുള്ള ആളുകൾ കുറച്ചുകൂടി മുന്നോട്ട് കയറിയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സ്ത്രീകളുടെ ഭാഗത്ത് ഈ കുറച്ചുകൂടെ മുമ്പിൽ ഇഷ്ടംപോലെ ഇടങ്ങൾ ഉണ്ട്.
ഈ യോഗത്തിന്, ഇന്നത്തെ ഈ മീറ്റിങ്ങിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി മഹാനോടെ മുൻ അൽമായ സെക്രട്ടറി, ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും കോട്ടയം മെഡിക്കൽ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, വിശുദ്ധ മഹായുടെ 41ാമത് കൺവെൻഷന്റെ 21ാമത് യോഗത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യവും കൃപയും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നിയന്ത്രണവും ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പുരുഷാരത്തെ കണ്ട മനസ്സലിഞ്ഞവനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളുടെ കൺവെൻഷന്റെ സമാപന ദിവസം കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളെല്ലാവരും അനുഭവിപ്പാൻ ഗാന ശുശ്രൂഷയിലൂടെയും ദൈവവചന കഴിവിലൂടെയും കർത്താവെ, ഞങ്ങൾ പാടുന്ന ഓരോ പാട്ടിന്റെ വരികളിലൂടെയും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. വചന പ്രഘോഷണം നടത്തുന്ന ദാസന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൂരത്തും ചാരത്തുമായിരുന്നു ഈ കൺവെൻഷൻ ശ്രമിക്കുന്ന ഏവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിറച്ചു കൊള്ളണം. ആത്മാവിൽ ആരാധിച്ച് മഹത്വം നൽകുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. ഗാനമാലപിക്കുന്ന നിന്റെ മക്കളുടെ നാവുകളിലൂടെ, അവരുടെ ശബ്ദത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. Hallelujah. Hallelujah. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന പൂർണ്ണമായ വിശ്വാസം നമുക്ക് ഏറ്റെടുക്കാം. യഥാർത്ഥ ആരാധന ദൈവം നമ്മുടെ കൂടെയുള്ളതാണ്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതാണ് സ്തോത്രം. നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഹല്ലേലൂയ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ആരാധന. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടച്ചാട്ടെ. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്ന വ്യക്തി നോക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരെന്ത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ഹല്ലേലൂയ, അവനൊരു കുട്ടിയല്ല, അവനൊരു മരമല്ല, അവനൊരു ഹല്ലേലൂയ വിളിച്ചാൽ കേൾക്കാത്ത ദൈവമല്ല. ഹല്ലേലൂയ, അവൻ നമ്മുടെ അന്തരീക്ഷങ്ങളെ അറിയുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായി നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. ആത്മാവിന്റെ ആഴങ്ങളിൽ നാം ദൈവത്തിന്റെ സ്നേഹത്തെ അറിയണം. ഹല്ലേലൂയ. അതൊരു നിറഞ്ഞ തലോടലായിട്ട് നാം യേശുവിനെ ജീവിതത്തിൽ അറിയണം. സ്തോത്രം. അപ്പോൾ അതാണ് യഥാർത്ഥ ആരാധന. ദൈവത്തെ അറിയുക എന്നുള്ളതാണ് സ്തോത്രം. നിന്നോട് പങ്കുവെച്ചു
പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. യെരമ്യാവ് 17:9. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും It is the most deceitful and desperately wicked organ in the body. അതാണ് എൻ്റെ ഇംഗ്ലീഷ് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത്. The most deceitful and desperately wicked organ in the body of a man. ഒരു മനുഷ്യ ഹൃദയം കാപട്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്, ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഈ കാപട്യം നിറഞ്ഞ ദുഷ്ടത നിറഞ്ഞ ഹൃദയം കൊണ്ട് എങ്ങനെയാ പാപം ചെയ്യാതിരിക്കുവാൻ കഴിയുന്നത്? ആ ദുഷ്ടചിന്തകളും വിചാരങ്ങളുമല്ലേ പലപ്പോഴും എൻ്റെ അധരങ്ങളിൽ കൂടെ വരുന്നത്. അപ്പോൾ ഞാൻ പാപം ചെയ്യുകയില്ല, ലംഘനം ചെയ്യുകയില്ല എന്ന് ദാവീദ് പറഞ്ഞപ്പോ അതിൽ അന്തർലീനമായിരിക്കുന്ന മർമ്മമെന്ന് പറയുന്നത് he had got a new heart, a renewed heart, a transformed heart. ഒരു പുതുക്കപ്പെട്ട ഹൃദയം, ഒരു രൂപാന്തരപ്പെട്ട ഹൃദയം ദാവീദിന് ലഭിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ പുതുക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ ഓർക്കേണ്ടവേ, 2 സമൂഹത്തിന്റെ 11-ാം അധ്യായത്തിൽ ദുഷ്ടചിന്തയോടെ ദുഷ്ടവിചാരത്തോടുകൂടെ പാപത്തിലേക്ക് വഴുതി വീണ ദാവീദ് പറയുന്നത് I have got a new heart, and because of the transformed heart I will never transgress. ഒരിക്കലും ഞാൻ പാപം ചെയ്യിപ്പില്ല എന്ന്. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ഒരു വിശുദ്ധനാണ്. ഞാൻ പറഞ്ഞ പതിനെ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. ഒരു ദൈവ പൈതലായി ജീവിക്കണമെങ്കിൽ ഒരു പുതിയ ഹൃദയം പ്രാപിച്ചു. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ പുതുഹൃദയം പ്രാപിക്കുവാൻ സാധിച്ച ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്ഥാപിച്ചു. ആ പുതുഹൃദയം പ്രവാചകനിൽ കൂടെ ദൈവത്തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദത്തം ചെയ്യുകയും കാൽവരി ക്രൂശിൽ എൻ്റെ അരുമനാഥൻ ഊറ്റിയ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നമ്മളിൽ ഒരു പുതിയ ഹൃദയം തന്നതുമാണ്. എസെക്കിയേലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 25 വാക്യങ്ങളിൽ ഇങ്ങനെയാ പറയുന്നത്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും, നിങ്ങൾ നിർമ്മലരായി തീരും, ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും നീക്കി, സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിങ്ങളുടെ സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും, ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം തരും, ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം, I will give you a new heart, പുതിയ ഒരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം, നിന്റെ കല്ലായുള്ള ഹൃദയത്തെ മാറ്റി ഞാൻ നിങ്ങളുടെ ജഡത്തിൽ പ്രവാചകനിൽ കൂടെ ദൈവത്തിന്റെ ജലത്തിന് ദൈവം വാഗ്ദത്തം കൊടുക്കുക. I will sprinkle new water on your heart. നിന്റെ ഹൃദയത്തിൽ ഞാൻ നിർമ്മല ജലം തളിച്ചു. കല്ലായുള്ള ഹൃദയത്തെ മാറ്റി നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നു തന്നു. ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം നൽകും എന്ന് പറയുകയാണ്. ഇത് എവിടെയാ പൂർത്തീകരിച്ചത്? എവിടെയാ നമുക്ക് ലഭ്യമായത്? കാൽവരിയുടെ മഹോന്നതങ്ങളില്ല. എൻ്റെ അരുമനാഥൻ മനുഷ്യ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ അവന്റെ പാപം പേറിക്കൊണ്ട് അവസാനത്തെ തുള്ളി രക്തവും വരെ ഊറ്റി. ആ രക്തത്താൽ കഴുകപ്പെട്ട ദൈവത്തിന്റെ മക്കളെ അവൻ പുതിയ സൃഷ്ടിയാക്കി മാറ്റി. അതുകൊണ്ട് ആ പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ, അവനൊരു പുതിയ സൃഷ്ടിയാണ്. പഴയെല്ലാം കഴിഞ്ഞു. കഠിനമായ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദുസ്സാഠ്യമുള്ള ജനം, അവന്റെ ദുസ്സാഠ്യം മുഴുവനും മാറ്റുവാൻ അരുമനാഥന്റെ രക്തം പോകുമായിരുന്നു. അവന്റെ രക്തം നിന്റെ സകല അതിക്രമങ്ങളെയും മോചിപ്പിക്കുന്ന ആ പുതിയ ഹൃദയം പ്രാപിച്ചവൻ
പൗലോസ് പറയുക, കണ്ടാലും സകലവും പുതുതായി, അവൻ പുതിയ സൃഷ്ടിയാണ്. 1971 10ാം ക്ലാസ്സിന് പാസ്സാകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെല്ലാം കോളേജിൽ പഠിക്കുകയായി. എൻ്റെ അപ്പച്ചൻ ആൻസർ ആരംഭിച്ചു. എൻ്റെ അപ്പച്ചൻ ഗവൺമെൻറ് കോൺട്രാക്ടറാണ്, PWD വർക്കൊക്കെ എടുത്ത് ചെയ്യുന്ന കോൺട്രാക്ടർ. അപ്പോൾ അപ്പച്ചന് ജോലിക്ക് പോകാതെ അപ്പച്ചൻ ആൻസറായി അർത്ഥമുണ്ട്. ഞാനൊരു സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ഞാൻ എൻ്റെ കൊച്ചുമോൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ്റെ കൊടുത്തേച്ച് പറയും, മോനെ നീ എവിടെയെങ്കിലും വെച്ച് എന്ന് പറയും. എന്നാൽ ചില സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കത്തില്ല. എന്നിട്ട് അതിന് പകരം വീട്ടുകാര്യത്തിൻ്റെ കയ്യിൽ കൊടുത്തേച്ച് പറയും, ഇതെവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചോളാം. ആ പദം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം ഇത് വിലയേറിയതാണ്, ഇത് നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ലാത്തതാണ്. ആരെങ്കിലും ഈ രാത്രി അവിടുത്തെ വചനം, ഈ പകൽക്കാലം അവിടുത്തെ വചനം ശ്രമിച്ചെങ്കിൽ അടിയനെ രൂപാന്തരപ്പെടുത്തിയ ക്രിസ്തു, അടിയന് പുതിയ ജീവിതം തന്ന ക്രിസ്തു, പുതിയ അർത്ഥം തന്ന ക്രിസ്തു, ഈ പകൽക്കാലം ഈ പകലിന്റെ ശബ്ദത്തിൽ കിട്ടുന്നതിന്റെ വ്യക്തിക്ക് പുതിയ ഹൃദയത്തെ, പുതിയ ജീവിതത്തെ, പുതിയ തീരുമാനങ്ങളെ കൊടുത്ത് ക്രിസ്തുവിൽ അവരുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാൻ സഹായിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനാണ് സ്തോത്രം. കർത്താവേ, സമാധാനത്തോട് ഞങ്ങളെ അയക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങളെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. നമുക്ക് നാം അർപ്പിച്ചിരിക്കുന്ന ഗാനങ്ങളിൽ നമ്മുടെ കൺവെൻഷൻ്റെ 8ാമത്തെ ദിവസം, 2ാമത്തെ ഈ യോഗത്തിൽ നമ്മൾ കേട്ടതായ ദൈവവചനത്തെ നമ്മെ എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തൊന്നാണ് യേശുവിൽ നിന്ന് ദാഹിക്കുന്നതിനെല്ലാം എൻ്റെ അടുത്ത് വന്ന് പിടിക്കട്ടെ. എവിടുത്തെ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ കൊണ്ടു പരിശുദ്ധനായ നമ്മുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടതായ പുതിയൊരുവിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചയുടെ കാലം മുഴുവനും അവർ ഞങ്ങളോട് ദൈവവചനം സംസാരിച്ച് ഞങ്ങളുടെ ശുദ്ധന്മാരായ എല്ലാ ദൈവമക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നേതൃത്വം വഹിച്ച ഞങ്ങളുടെ അഭിവൃദ്ധി തിരുമേനിമാരെയും ഇപ്പോൾ ഞങ്ങളോടുകൂടെ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസനെയും കുടുംബത്തെയും കർത്താവിന് നേതൃത്വം ഓഫീസേഴ്സിനെയും എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാനങ്ങളെ ഞങ്ങളെയോട് കൈക്കൊണ്ട് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി അന്ത്യം വരെയും ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും നിറച്ച് സന്തോഷത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. അവർ ഞങ്ങളുടെ മധ്യ ഞങ്ങളുടെ കർത്താവ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങയോടെ സ്തുതിക്കുന്നു. ഒരാഴ്ച മുഴുവനും ഞങ്ങളുടെ മധ്യ ഞങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. കർത്താവ് ഇനി ഏതാനും ഒരു യോഗം കൂടി മാത്രം ഞങ്ങൾ ശേഷിക്കുന്നു. അന്ന് കർത്താവിൻ്റെ സന്ധ്യവേളയിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ പാടി സ്തോത്രം ചെയ്ത് 2024 വർഷത്തെ ഞങ്ങളുടെ ജീവിതത്തെ ഉറപ്പുവരുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കർത്താവെ അവിടുത്തെ കരങ്ങൾ അവിടെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദാനങ്ങൾ അർപ്പിച്ച എല്ലാ കരങ്ങളും കർത്താവിൻ്റെ സാക്ഷികളായി തീർന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങളോട് സ്തുതിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കണം കർത്താവ്. ഞങ്ങളുടെ കൺവെൻഷന് മാത്രമല്ല ഞങ്ങളുടെ മഹായിടവയ്ക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവെ ശമ്പളമില്ലാതെ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെ ശുശ്രൂഷകർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കുമല്ലോ. അവർ നല്ല ദാനങ്ങളെ നൽകിയതുകൊണ്ട് സ്തോത്രം. പ്രത്യാശയോടെ ഞങ്ങളെ നടത്തിയാലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കിട്ടുത്തൽ നൽകണമേ. ആമേൻ. ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
തിരുശബ്ദത്തിലെ പോലെ കൊണ്ടുപോകണം. ആസ്വാദം നമ്മുടെ കർത്താവായ ശിശുവായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മോട് ഓർത്ത് ബാധ്യ സകല കാര്യങ്ങളോടും പ്രത്യേകിച്ച് നടക്കുന്ന വചന പ്രവേശനത്തോടുകൂടി പ്രിയമുള്ളവരെ നാം ഓരോരുത്തരോടുകൂടി ഇന്ന് നിന്നേക്കുമാറാകട്ടെ. കർത്താവിനോടുകൂടി